ലൊക്കേഷൻ നൈസ് ആട്ടോ. വലിയൊരു ടാസ്ക് ആയിട്ട് ഇവിടെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുകളിലോട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഒരു പീസ്ഫുൾ ആയിട്ട് സമാധാനമായിട്ട് മേളിൽ പോയി ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാനൊരു ചെറിയ ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ക്യാമറ വീഡിയോ എടുക്കൽ സെറ്റപ്പൊക്കെ എങ്ങനെ എന്താണെന്നും അറിയില്ല. അപ്പം ജസ്റ്റ് ഇൻട്രോ എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഫോൺ കൊടുക്കാന്ന് വെച്ചാൽ കൂർഗിലോട്ട് പോകണം. കൂർഗി കുറേ മുന്നേ കൂർഗ് മടിക്കരി ഒക്കെ അറിയില്ലേ, അപ്പോൾ ആ സൈഡിലോട്ടാണ് പോകണത്. കുറേ മുന്നേ നമ്മൾ പോയാണ് അങ്ങോട്ട് കാറിൽ, പക്ഷേ ബൈക്കിൽ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി സ്ഥലം പോകാത്ത സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ കണ്ടെത്തിയൊരു സ്ഥലമാണ്. ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ട്രിപ്പ് പോകണം. ഞാൻ ഒറ്റക്കാണ്. റാഷിനെ വിളിച്ചിനി, പക്ഷേ റാഷിക്ക് കഴിഞ്ഞ നമ്മൾ ഓഫ് റോഡ് പോയില്ല, അങ്ങോട്ട് വീണില്ലേ. അപ്പോൾ അതിൻ്റെ അവിടെ കാലിൻ്റെ അവിടെ ഒരു മുറിയുണ്ട്. ആ മുറി കൊണ്ട് എപ്പോഴും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഓൻ ഇല്ലയെന്ന് പറഞ്ഞത്. ഈ ബൈക്കെന്നൊക്കെ പറയുന്നത് കാല് ഭയങ്കര സീനാട്ടോ. ഓനക്ക് ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് മുറി വന്നു കഴിഞ്ഞാൽ ഉണങ്ങാൻ പാടാണ്. അപ്പോൾ ഓനക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെയും വിളിച്ചാൽ വന്നീനി, വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ സോളോണ് പോകുന്നത്. പിന്നെ നല്ല മഴയാണ്. പ്രിക്കോഷൻസ് മഴത്ത് പോകാനുള്ള പ്രിക്കോഷൻസൊക്കെ കുറേ എടുക്കുന്നു. അപ്പോൾ മിക്കവാറും മഴ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം പ്രിക്കോഷൻസ് എടുക്കുമ്പം മഴ ഉണ്ടാവില്ല. ഒരു പ്രിക്കോഷൻസ് എടുക്കാതെ പോകുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. അങ്ങനെയൊന്നും സാധാരണ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഞാനെന്തായാലും ഒരു സെറ്റപ്പ് ഒന്ന് മാറ്റി ഇറങ്ങി ഒന്ന് വണ്ടിയിൽ ഒന്ന് കയറി നിന്നിട്ട് പോയിട്ട് എന്താ അവസ്ഥ അറിയാം. നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം അങ്ങോട്ടേക്ക് 200 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് അവിടുത്തെ എവിടെയെങ്കിലും പോയി രണ്ടടിച്ച് നാളെ രാവിലെ തൊട്ട് ഇങ്ങനെ ഏരിയാസ് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എവിടെ നിന്നാലും വെച്ച് കാണാം. ചിലപ്പോൾ രാത്രി ടെൻ്റ് അടിക്കുമ്പോഴാവും, അല്ലെങ്കിൽ മറ്റേ പ്ലെയിലൊക്കെ ആയിട്ട് കാണാൻ പോകും. അങ്ങനെ നമ്മൾ വിരാജ്പേട്ടിലാട്ടോ. ഞാൻ കുറേ സംഭവങ്ങൾ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സൗണ്ടുണ്ട്. പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് പലതും കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയാണ്ട് പുറത്ത് പോയി കഴിച്ചു. അറിയാണ്ട് കഴിച്ചു എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, കർണാടക കയറിയപ്പോൾ ദോശ ചട്നി അങ്ങനത്തെ സംഭവം കിട്ടും. അപ്പോൾ അത് കഴിക്കാൻ ഭയങ്കരമായിട്ട് അത് കഴിക്കാൻ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചാണ്. ഞാൻ കുറേ സംഭവം ഉണ്ടെന്നാണ്. കുക്കുംബർ ഉണ്ടെന്നാണ്, അതുപോലെ ഈ സംഭവം ഉണ്ടെന്നാണ്, അതുപോലെ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ. പുറത്തുനിന്നുള്ള ഫുഡ് അടി വേണ്ടെന്ന് വെച്ചിട്ട് ഫുള്ളി ഹെൽത്തി ഫുഡ്സ് കേട്ടോ. അതായത് ഒരു എന്താ പറയുക, ഒക്കെ ഒരു നല്ല ഫുഡ്സാണ് ഞാൻ കൊണ്ടുവന്നത്. അല്ലാണ്ട് പലഹാരങ്ങൾ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഫുഡ് പോകാമെന്നൊക്കെ വിചാരിച്ച് കൊണ്ടുവന്നാണ്. പക്ഷേ ഞാൻ കർണാടക കയറിയപ്പോൾ പിന്നെ ദോശ ഇഡ്ഡലി ചട്നി അങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ വിചാരിച്ച സംഭവം ഒന്നുമല്ല കിട്ടിയേ, വേറൊരു ഐറ്റംസാണ് കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല. അതൊരു സിറ്റുവേഷൻ. ഒരു അങ്കിള്, ഞാൻ ജസ്റ്റ് ഒരു അങ്കിളിനോട് ചോദിച്ചു ഇവിടെ ദോശ അങ്ങനെ സംഭവം കിട്ടുന്നത്. അങ്കിൾ എന്നെ പിടിച്ച് കൊണ്ടുപോയി ഷോപ്പ് കാണിച്ചു തന്നു. അപ്പോൾ പിന്നെ എനിക്കത് വേണ്ടെന്ന് പറഞ്ഞാണ്ട് എന്താ പറയുക, പോരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അതൊരു പോയതല്ലേ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ ടെൻറ്റിനൊക്കെ നനവുണ്ട് കേട്ടോ. മുമ്പ് നമ്മൾ വാഗമൺ പോയിട്ട് പിന്നെ ടെൻറ്റ് ക്ലീൻ ആക്കിയിട്ടൊന്നുമില്ല, അതേപോലെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഉള്ളത് വിരാജ്പേട്ടിലാണ്. വിരാജ്പേട്ടിൽ നിന്ന് ഇനി നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്, ഒരു ടൗണിലോട്ടാണ് കുറച്ച്. പക്ഷെ അവിടേക്ക് പോകുന്ന റൂട്ട് അടിപൊളി. ഞാൻ കുറച്ചാണ്ട് പോയി നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് രാവിലെ പോകാമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതായത് ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള സ്പോട്ടാണ്. ഇനിയിപ്പോൾ രാത്രി പോയിട്ട് ഒന്നും കാണാണ്ട് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ ഏർലി മോർണിംഗ് പോകുന്ന വിചാരിച്ചു. പിന്നെ ഏകദേശം 9:30 ആ ഒരു സമയം ആയും ചെയ്ത്. അപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോൾ 10 മണി 9:59 10 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ സെറ്റ് ആവണമെങ്കിൽ ആ ഒരു സമയത്തെ സൈഡ് ആവണമെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് സൈഡായാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വരുന്ന സമയത്ത് പിന്നെ ഞാൻ മാഹി പോയിട്ട് പെട്രോൾ അടിച്ചു, ഫുൾ ടാങ്ക് അടിച്ചു. എന്നിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, 1-2 ആളുണ്ട്. മാഹിയല്ല, തലശ്ശേരിയിൽ. അപ്പോൾ നമുക്ക് തലശ്ശേരി വഴിയും പോവാം. പിന്നെ അതുപോലെ മാഹിയിൽ നിന്ന് കുറച്ചും കൂടി ബാക്കിലോട്ട് വന്നിട്ട് അവർ NH-ലൂടെയും വരാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഓനെന്തോ എക്സാമൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ബിസിയാണെന്ന് തോന്നുന്നു. ഓന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കോള് പോണേ ഇല്ല. പിന്നെ ഫഹീമുണ്ട്. ഫഹീമിൽ വിളിച്ചപ്പോൾ ഓന് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിന്നെ നേരെ NH വഴി നേരെ ഇങ്ങോട്ട് പോകുന്നു. ഈ ഒരു കിടിലം ഫോറസ്റ്റ് തന്നെ ഉണ്ട്, അതെനിക്ക് മിസ്സായി. അതായത് ഇരുട്ടിന്ന് കുറച്ച് ഈ ഒരു കർണാടക ബോർഡർ കയറുന്ന സമയത്ത് ഒരു കിടിലം ഫോറസ്റ്റ് കിട്ടും. കോടയൊക്കെ മൂടിയിട്ടുള്ള അടിപൊളി ക്ലൈമറ്റ് ആയി.
അപ്പോൾ എന്തായാലും അത് മഴയൊക്കെ ഉള്ളത് കാരണം അത് മിസ്സായി. എനിക്കെന്തായാലും മുതലായിട്ടുണ്ട് എക്സ്പീരിയൻസ്. ഇത് റോഡ് സൈഡാട്ടോ, അതുകൊണ്ടാണ് വണ്ടികൾ പോകുന്ന ശബ്ദം ഇങ്ങനെ. അതാണ് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത്. റോഡ് സൈഡ് എന്ന് പറയുമ്പം ഒരു ടയർ ഷോപ്പിനെ കണ്ട് മുമ്പിലാണ്. സീറ്റൊക്കെ ഉള്ള സ്പോട്ട് ആയതുകൊണ്ട് മഴ ആകുമ്പോൾ ഒന്നും കൂടെ സേഫ് ഇവിടെ എന്ന് വെച്ചിട്ട് ഞാനിവിടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാൻ നിൽക്കുവാണ്. ടെൻ്റ് അടി എന്ന് പറയുമ്പം ഇതുപോലൊക്കെ പോകുമ്പോൾ ടെൻ്റ് അടി തന്നെയാട്ടോ നല്ലത്. കാരണം നമ്മൾ 10 മണി 11 മണിയൊക്കെ ആവും ഇതുപോലെ കിടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഏർലി മോർണിംഗ് 5:30 6 മണിയാകുമ്പോൾ എണീറ്റ് പോകും. അതിനൊന്ന് റൂം എടുത്തിട്ട് എനിക്ക് തോന്നുന്ന കാര്യമുണ്ട്. പിന്നെ ഇത് ടെൻ്റ് അടിച്ച് ഇങ്ങനത്തെ ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു, നല്ല സുഖമാണ്. എനിക്കൊന്നുകൂടി സേഫ് ഇതാ തോന്നുന്നു. കാരണം മറ്റേന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ റൂം തപ്പണം. അവിടെ റൂം തപ്പി കിട്ടി വരുമ്പോൾ 1 മണിക്കൂർ അങ്ങനെ പോകും. പിന്നെ അതും ഇതുപോലെ ഏർലി മോർണിംഗ് എണീറ്റ് പോകാൻ റൂം എടുക്കേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു സെറ്റപ്പ് ഒരു പരിചയം ഉള്ളതുകൊണ്ടോട്ടെ ഞാൻ പറയുന്നത്. എല്ലാം ഞാൻ റൂം എടുക്കുന്ന നിർബന്ധമാവും ഈ ഒരു സെറ്റപ്പ് പരിചയമില്ലെങ്കിൽ. ഇപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ കാണാം ഗൈസ്. അപ്പോൾ ഇന്നലെ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ ടെൻ്റ് അടിച്ചത്. കിടന്നുറങ്ങി, രാവിലെ എണീറ്റു. ഏകദേശം ഒരു 5 മണി 4:30 സമയം തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ മഴയുടെ ശബ്ദം കേട്ടപ്പോൾ ജസ്റ്റ് ഉണർന്നിരുന്നു. അപ്പോൾ സമയം നോക്കിയിരുന്നു. ഏകദേശം ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നു മഴ തുടങ്ങിയത്. അതുവരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു. ഈ ഷീറ്റ് ആയതുകൊണ്ട് ആ ഒരു ശബ്ദം ഞാൻ മനസ്സിലാവും മഴ വന്ന. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നലെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ അതേ ഭയങ്കര മഴ കണ്ടില്ലേ. മഴ കണ്ടിട്ട് ഭയങ്കര മടി ഇറങ്ങാൻ. ഇപ്പോൾ ഒരു തണുപ്പും അതുപോലെ നനവും മേലൊന്നും നനഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതിന് നനയാൻ വേണ്ടി പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ എന്തായാലും പോയാൽ മതിയാവും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിതേ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ക്യാമറ വെക്കുന്ന കാര്യമൊക്കെ ടാസ്ക് കേട്ടോ ഹെൽമെറ്റിൽ. കാരണം അത്യാവശ്യം മഴ ഉള്ളത് കാരണം എന്തായാലും സാഹചര്യ സമ്മർദ്ദത്തിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുമ്പോൾ മന്ദൽപ്പെട്ടി പീക്ക് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണ്. അതായത് ഒരു ഓഫ് റോഡൊക്കെ കയറിയിട്ട് ഒരു മലേൻ്റെ മേലേക്ക് പോകണം. മഴ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് കൂടുന്നുണ്ട് കുറയുന്നുണ്ട്, ആ ഒരു സെറ്റപ്പിലാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടും അതുപോലെ ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ വൃത്തിക്ക് പാക്ക് ചെയ്ത് വെക്കണം. അതായത് മഴ നനയാൻ പാടില്ല. നമുക്ക് ഇന്നൊരു യാത്ര കൂടെ എവിടെയൊക്കെ തങ്ങേണ്ടതായിട്ട് വരും ഇതുപോലെ. അപ്പോൾ അത് കാരണം ലഗേജും സാധനങ്ങളൊന്നും നനയരുത്, അത് ഭയങ്കര നോക്കണം. കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ ആകെ ഫുള്ളി നനഞ്ഞ് ഇരപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് നല്ല വിടാട്ടോ ഗൈസ്. അപ്പോൾ ഇന്നലെ ദേ ഇവിടെ ആയിരുന്നു ടെൻ്റ് അടിച്ചിരുന്നത്. നോക്കിക്ക് വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. മഴക്കൊരു കുറവ് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ക്യാമറ ഹെൽമെറ്റിലോട്ട് വെച്ചാണ്. കോൾഡ് സ്റ്റാർട്ട് കുറച്ച് സമയം ചോക്കിലിടാം. ഒരു 100 മീറ്ററോ 50 മീറ്ററോ ഓടും വരെ. നമ്മൾ വിരാജ്പേട്ടിൽ നിന്ന് മടിക്കരി പോകുന്ന റൂട്ടാട്ടോ. ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു റൂട്ടാണ്. എന്താ പറയുക, ഇതുപോലെയുള്ള വീടുകളും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ കുറവുള്ളൊരു റൂട്ടാണ്. ഇപ്പം മഴയെല്ലാം ക്ലിയറായി, കുഴപ്പമില്ല എന്നുള്ളൊരു അന്തരീക്ഷമായി. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് സെറ്റാട്ടോ, ഒരു തണുപ്പും അതുപോലെ ഈ ഒരു ട്രിപ്പിൽ തുടക്കത്തിലെ റെയിനി തന്നെ ആയിരുന്നു. പക്ഷേ ഈ ഒരു രീതിക്കുള്ള റെയിനി ആയിരുന്നു. ഭയങ്കര റെയിനല്ല, പൊലമായ അങ്ങനത്തെ സെറ്റപ്പ് അല്ല. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയ ഒരു ഡിസ്റ്റർബൊന്നും തോന്നാത്ത രീതിക്കുള്ള ഒരു മഴ ആയിരുന്നു. ഈ കൂർഗിൽ ശരിക്കും നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തേയിലത്തോട്ടം അങ്ങനത്തെ ഒരു വൈബ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ലൊക്കേഷൻസ് ഇവിടെ ഉണ്ടോ? ഞാൻ കൂർഗിൽ നിന്നൊക്കെ അടിച്ചു നോക്കിയപ്പം അതുപോലെ കൂർഗിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ കണ്ട പോലെ. പക്ഷേ പിന്നെ നോക്കിയപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൂർഗിലുള്ളതായിട്ടും ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചോദിച്ചത്. പിന്നെ മാഹിയിൽ നിന്ന് പെട്രോൾ അടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും. കൂർഗിലോട്ടൊക്കെ വരുമ്പം നമ്മളെ കാലിക്കറ്റ് ആ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്നവർ മാഹിയിൽ നിന്ന് തന്നെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം 10-11 രൂപയോളം. ഇപ്പോൾ ഞാൻ ഫുൾ ടാങ്ക് അടിച്ചു, ഏകദേശം 10 ലിറ്ററോളം ഞാൻ അടിച്ച്. 10 ലിറ്ററോളം അടിച്ചപ്പം എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഏകദേശം 100 സംതിങ് റുപ്പീസാണ്. അത്രയ്ക്കും ബൾക്കായിട്ട് അടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. വന്നിട്ട് ഇവിടേക്ക് നമ്മൾ മുമ്പ് കാറിലേന് വന്നേ, ഞാൻ അജ്മൽ, റാഷി, ഉവൈസ്, സൊഫാനി, അങ്ങനെ നമ്മളൊരു അൾട്ടോ റെൻറ്റിനൊക്കെ എടുത്ത് വന്നതാണ്. അമ്മേരവിടെ റോഡ് സൈഡിൽ കാര്യം സാധിക്കുന്നു. അന്ന് അങ്ങനെ വന്നപ്പോൾ നമ്മൾ കണ്ടതെന്ന് പറയുമ്പം നമ്മളെ ഒരു ഓഫ് റോഡ് പോലെയൊക്കെയുള്ള റോഡ് വന്നു. കുറേ പോയപ്പോൾ മാപ്പിട്ട് തന്നെ പോണേ ഒരു ഉള്ളിലൂടെയുള്ള റോഡൊക്കെ വന്നപ്പോൾ നമ്മൾ അതിലെങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ആരൊക്കെയോ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ കൊമ്പും കോലൊക്കെ ആയിട്ട് വടിയൊക്കെ ആയിട്ട് വന്നാണ്ട് പൈസ ഒക്കെ ചോദിച്ചെനി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അന്നൊന്നും നമ്മൾ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഇങ്ങനെയൊന്നും കേട്ടില്ല, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊന്നും. പക്ഷേ ഇവിടെ ചില ഏരിയയിലൊക്കെ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടു. പിന്നെ ഗായ്സ് നമ്മളങ്ങനെ മടിക്കേരി ഫോർട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫോർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് ഫോർട്ട്. ഇതിനുള്ളിൽ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക,
ഭയങ്കര മഴയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നോക്കിക്കുക മഴ. ഫോൺ നനഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ട്രിപ്പിൽ തന്നെ എൻ്റെ 11 എന്താ പറയുക ഫേസായിട്ട് അടിച്ചു വെള്ളം നനഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ വളരെ കെയർ ചെയ്താണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫുള്ളി അപ്പോൾ ഇതിങ്ങനെ ഒരു റൗണ്ടാട്ടോ. നമ്മൾ വന്നത് ആ ഒരു പോർഷനിലാണ്. ആ ഒരു പച്ച ജീപ്പൊക്കെ ഉണ്ടല്ലേ അവിടെ, അതുപോലെ ഒരു കോൺക്രീറ്റ് ഉണ്ടല്ലോ ഇങ്ങനെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആ ഒരു കുട പിടിച്ചിട്ട് ഒരു ചേച്ചി കയറുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് അതുവഴി എത്താൻ പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ നടന്ന് ഒന്ന് റൗണ്ട് അടിച്ചേക്കാം. ഈ ഒരു നല്ല രസമാട്ടോ ഈ ഒരു മഴയത്ത് കോടയിൽ ഒറ്റയ്ക്ക് തണുത്ത് വിറച്ചുകൊണ്ട് ഇതുപോലെ പോകാൻ വേണ്ടിയിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക നശിച്ചു പോകും കേട്ടോ. ഈ ഒരു കൊട്ടാരം ഫുള്ള് ഇവിടെയും ഇതിൻ്റെ ഈ ഒരു പോർഷൻസൊക്കെ തകർന്ന് പോവാണ്. എനിക്ക് നടന്നപ്പോൾ അതാ മനസ്സിലായി. എനിക്ക് തോന്നുന്നു ഇവർ പിന്നെ ആ ഒരു സെൻറ്ററിൽ കണ്ടില്ല ഒരു വലിയൊരു കൊട്ടാരം, അതാണ് തോന്നുന്നു ഓല് പിന്നെ ഒരു നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ബാക്കിയെല്ലാം കണക്കാണ് ഇവിടുത്തെ കൊട്ടാരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. ഇത് അതിൻ്റെ ഓരോരോ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അവരുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്പോട്ടും അതുപോലെ എന്താ പറയുക ബാക്കിയുള്ളവന്മാർ നിൽക്കുന്ന സ്പോട്ടും പാർക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആ ഒരു ബിൽഡിങ് അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ഷട്ടറുകൾ പോലുള്ള ഒരു വിധം എല്ലാ സാധനവും കാണുന്നുണ്ട്. കണ്ട ഒരു AC ഔട്ട്ഡോർ ആണെന്ന് അതാ ഞാൻ പറഞ്ഞത്. വോൾട്ടാസ് അല്ലേ സീന്. എന്തായാലും ക്ലൈമറ്റ് അടിപൊളിയാണ്. ഈ ഒരു വൈബും ക്ലൈമറ്റും പെട്ടെന്ന് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ മുട്ടും. എന്താ പറയുക നമ്മളൊന്നും വെള്ളമൊന്നും വല്ലാണ്ട് കുടിച്ചില്ലെങ്കിലും മൂത്രമൊഴിക്കാൻ അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നോളും. പുള്ളി കർണാടകക്കാരാട്ടോ പുള്ളി ഇവർക്ക് വരുന്നവരൊക്കെ. ഞാൻ ഇതുവരെ കേരളത്തിൽ നിന്ന് ആരും കണ്ടില്ല. പാമ്പൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇപ്പുറത്തെ കാലതാമസമുള്ള എന്തൊക്കെയോ ബിൽഡിങ്സ് പോലെ ഉണ്ട് കണ്ടിട്ട്. ടൗണിൻ്റെ വ്യൂ എല്ലാം കാണാൻ പറ്റും ഇവിടെ നിന്ന്. ചില പോർഷൻസ് ഒക്കെ കേട്ടോ മൊത്തത്തിൽ കാണാൻ പറ്റില്ല. ഇത് നമ്മൾ കണ്ട ആ ഒരു കൊട്ടാരത്തിൻ്റെ മറ്റൊരു സൈഡാണിത് ഈ കാണുന്നത്. ഇതും നശിച്ചു പോകുന്ന ഓരോരോ ബിൽഡിങ്സ്. ആ ഒരു ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവർ നല്ലപോലെ നോക്കുന്നുണ്ടെന്ന്. അതിൻ്റെ ചുറ്റുഭാഗം ഒരു വൃത്തിയൊക്കെ ഉണ്ട്. അതുപോലെ പൂപ്പലി സംഭവമൊന്നും വല്ലാണ്ടില്ല. ഇതിനെ വെച്ച് അപേക്ഷിച്ച് കാട് പിടിച്ചിട്ടില്ല. എപ്പോഴും മെയിൻ്റനൻസ് നടക്കുന്ന പോലെയുണ്ട്. ഇതേ കണ്ടോ ചേച്ചിമാരൊക്കെ അടിച്ചായിരുന്നു. പൈസ അങ്ങനെ നമ്മൾ 20 രൂപ എൻട്രി ഫീസൊക്കെ എടുത്ത് ഓഫ് റോഡ് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ ഓഫ് റോഡ് റൈഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. കാരണം വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക് കേട്ടോ മഴ ആയത് കാരണം. ഞാൻ മിക്കവാറും ഗോപ്രോ എടുത്ത് വെക്കും, വേറെ ഒന്നും വെക്കാൻ ചാൻസില്ല. പിന്നെ മലൻ്റെ മേലെ പോയിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ള കാര്യം അവിടെ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു ജീപ്പൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഗൈസ് അങ്ങനെ അതെ ഇതാണ്ടോ ഒരു പോയിന്റ്. ഇവിടെ നിന്ന് ജസ്റ്റ് ടിക്കറ്റ് എടുക്കണം. 20 റുപ്പീസ് ടിക്കറ്റ് എടുത്താൽ ബൈക്കിനാട്ടോ. ജീപ്പിനെല്ലാം 50 റുപ്പീസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പാക്കേജൊക്കെ എടുത്ത് ജീപ്പിന് വരുവാണെങ്കിൽ അതൊക്കെ അവർ നോക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇതായതായിട്ടാണ്. ഈ നല്ല കോരിച്ചെറിയുന്ന മഴയത്ത് ഇനി 4.5 കിലോമീറ്ററോളം ഇതുപോലുള്ള വഴികളാണ് നമുക്കുള്ളത്. എന്തായാലും ഭയങ്കര ഹെവി ആണെങ്കിൽ ഇറങ്ങി നടക്കേണ്ടി വരും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഓവർ പണി കൊടുക്കണ്ട. ഇപ്പം തന്നെ അത്യാവശ്യം പണി വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ കണ്ടോ ജീപ്പുകളെല്ലാം കയറി പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. ഞാൻ ക്യാമറ പൊക്കിത്തരാം. ഗൈസ് അങ്ങനെ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറണമെങ്കിൽ ഒരു 65 രൂപ ഇവിടെ കൊടുക്കണം കേട്ടോ. നനഞ്ഞതിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട്. പ്ലഗിൻ്റെ ആ ഒരു സൈഡെല്ലാം നനഞ്ഞത് കാരണമാണ് ചെറിയൊരു മിസ്സിങ് പോലൊക്കെ തോന്നുന്നത്. 4.5 കിലോമീറ്ററോളം ഇനി ഇതുപോലുള്ള റൂട്ടാണ് ഗൈസ്. 4.5 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 5-6 ഉണ്ടാവും കേട്ടോ. അത് എവിടെ പോയാലും അങ്ങനെ ഉണ്ടാവാറ്. നമുക്ക് എന്തായാലും നോക്കാം. വലിയൊരു ടാസ്ക്കായിട്ട് ഇത് ഇവിടെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മുകളിലോട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. നോക്കിക്ക് റൂട്ടെല്ലാം സീനാട്ടോ. ഓ വണ്ടി എന്തിലോ ചേർന്ന് അടിച്ചെന്ന പോലെയുള്ള ഒരു സൗണ്ട്. ഇതേ കണ്ടോ ജീപ്പുകളെല്ലാം വരുന്നേ.
നമ്മൾ മുമ്പ് വന്നപ്പോൾ ഒരു എന്താ പറയുക ഓഫ് റോഡ് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വണ്ടിയൊക്കെ നിർത്തി നമ്മൾ നടന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു മുമ്പ് കാറിൽ ഇതുപോലെ കൂറ് വന്നപ്പോൾ. പക്ഷെ അതും ഇതും സെയിം ആണോ എന്നുള്ള കാര്യം ഭയങ്കര ഡൗട്ടാണ്. ആവാൻ ചാൻസ് ഇല്ല, എന്നാലും എവിടേക്കോ ഒരുപോലൊക്കെ ഉള്ള പോലെയൊക്കെ തോന്നുക. അപ്പോൾ എന്തായാലും അതും ഇതും ഒന്നാണോ എന്നുള്ള കാര്യം നമുക്ക് മുകളിലെത്തി കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. അതായത് അതിൻ്റെ ഒരു ടോപ്പിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും. ഇനി ഗോപ്രോക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ പേടിയാട്ടോ. കാരണം ഇത്രയ്ക്കും അടിപൊളി സംഭവം കണ്ടിട്ട് ഈ ഗോപ്രോയിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക, ഇങ്ങനെയും കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വന്നത് വെറുതാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഗോപ്രോ റിസ്ക് എടുത്ത് രണ്ടും കൽപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. തുടർന്നുള്ള എഫക്റ്റുകൾ എന്താണെന്ന് അറിയില്ല, കാണുന്നുണ്ടോയെന്നും അറിയില്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കണം, നല്ല മഴ ചെയ്യുന്നതുകൊണ്ട്. വൈബ് എന്ന് വെച്ചാൽ ഓൺ വൈബ് അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, വരച്ചുകൊണ്ട് ബോഡി ഒന്നും നനയുന്നില്ല കേട്ടോ. കോട്ടിട്ടതുകൊണ്ട് ബോഡി ഒന്നും നനയുന്നില്ല. മഴ ശക്തമായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച്. ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അങ്ങോട്ട് കയറിയാൽ പിന്നെ മഴ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. അതുവരെ ലൈറ്റായിട്ടുള്ളൊരു മഴ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കാത്തു നിന്ന് നോക്കാം മഴ കുറയോ ഇല്ലയെന്നൊക്കെ. വണ്ടിയിൽ ചെറിയ ചെറിയ മിസ്സിങ്ങുകൾ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അയ്യോ നോക്കുന്നല്ല ഒലിക്കും കേട്ടോ, തണുത്ത കാറ്റിങ്ങനെ തട്ടിയിട്ട്. വാവ്, ഇതൊരു അനദർ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. നമുക്ക് ഓഫ് റോഡ് എക്സ്പൾസോ അതുപോലെ നമ്മളെ കയ്യിൽ ഏത് വണ്ടി വെച്ചാൽ ഉള്ളത് അതിന് എടുത്ത് വരാൻ പറ്റും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ. നല്ല മഴയുണ്ട്. അമ്പോ ഞാൻ വൈസർ ഇട്ടിട്ടുണ്ട്, കണ്ണ് കാണുന്നില്ല മഴത്തുള്ളിയായിട്ട്. അയ്യോ സ്പ്ലൻഡർ അമ്മ കാണിക്കുന്നുണ്ടില്ലേ. അയ്യോ സ്പ്ലൻഡർടാ, അതൊക്കെ അമ്മ പറയുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഈ ഒരു സൈഡിലോട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട്. വണ്ടീൻ്റെ പൊസിഷൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഡൈവേർട്ട് ആവുന്നുണ്ട് റോട്ടിൽ നിന്ന്. കമോൺ ഗൈസ്, വണ്ടി ഓഫായോ? സീൻ അവന്മാരൊക്കെ പോകുന്ന നോക്കിക്കേ നിങ്ങൾ, സിമ്പിളായിട്ട്. അതും സ്റ്റോക്ക് വണ്ടിയിൽ പോകണ നോക്കിക്കേ, പാഷൻ പ്രോ, സ്പ്ലൻഡർ ഒക്കെ. അതും ത്രിബിളിൽ ഇതൊന്നും വേറൊന്ന്. ഇതൊക്കെ ഇവന്മാരാട്ടോ, അതായത് ഇവിടത്തവന്മാരാണ്. നമ്മളെ നാട്ടിൽ നിന്നൊന്നുമല്ല, നമ്മളെ നാട്ടിൽ നിന്നൊന്നും ഇതുപോലെ വരുമോയെന്നറിയില്ല. എന്താ പറയുക, ഓഫ് റോഡ് പോകാൻ വേണ്ടിയിട്ട് നോർമൽ സ്റ്റോക്ക് സ്പ്ലൻഡറിലും അതുപോലെ പാഷൻ പ്രോയിലെല്ലാം. പാഷൻ പ്രോയിലൊക്കെ എല്ലാവർക്കും ലോങ് പോകാൻ തന്നെ മടിയാണ്. അതായത് കുറച്ച് ലോങ് ട്രിപ്പ് പോകാൻ തന്നെ പാഷൻ പ്രോ യൂസ് ചെയ്യാൻ മടിയാണ്. ഇവിടത്തവന്മാർക്കാവും വലിയ പ്രശ്നമില്ല, ഇവിടെ തന്നെ അല്ലേ. നമ്മളെ വണ്ടി പിന്നെ ഹൈറ്റ് ചെയ്തുകൊണ്ട് അത്രയ്ക്ക് പേടിയില്ല. അതായത് അടി തട്ടുന്ന ഒരു പ്രശ്നമാണ് കാര്യമായിട്ട്. അത് പ്രശ്നം എന്ന് വെച്ചാൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ടൂട്ടൺ എക്സ്പൾസ് ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആ ഒരു വണ്ടി. എക്സ്പൾസ് ടോട്ടലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ടൂട്ടൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു മോഡൽ. നല്ല മഴ ആയിട്ടോ, മഴ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നറിയില്ല. മുകളിലത്തെ നോക്കിക്കേ, വാവ്. അതോ ഇനി ഇത് ജസ്റ്റ് ഒരു കവാടാണോ? നല്ല കാറ്റുണ്ട് കേട്ടോ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാടുക. അയ്യോ, നമ്മുടെ ലൈനറിൻ്റെ ഉള്ളിൽ ഫുള്ളി വെള്ളമാണ്, അതുകൊണ്ടാണ് ബ്രേക്ക് പിടിക്കുമ്പം അപാര ശബ്ദം.
വ്യൂ നോക്കി ഫുൾ കോടായിട്ടുള്ള. ഇതിനെന്ത് പറ്റി? ലൊക്കേഷൻ നൈസാട്ടോ. എനിക്ക് ഉറപ്പായി നമ്മൾ അന്ന് വന്ന സ്പോട്ടല്ല ഇതൊന്ന്. കാരണം അത് ഇങ്ങനെയുള്ളൊരു വൈബല്ലേ ഇനി. അത് നമ്മളൊരുപാട് നടന്നു പോയിട്ട്, അത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിന് മാത്രമൊന്നും ഇല്ല ഇനി നടക്കാൻ. കുറേയൊക്കെ അങ്ങോട്ട് റോഡുണ്ടേനി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നടക്കാനുള്ളേനി. എന്തൊരു ഫീലാണ് ഗൈസ്. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വൈബിൽ. മുന്നത്തെ ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയ്ക്ക് ദൂരമില്ല, പക്ഷേ ഉള്ളത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഏരിയയാണ്. ഇതിന് മുന്നേ നമ്മൾ പോയി വരാട്ടുമേടൊക്കെ ഉള്ളത് ഇതിനാട്ടിലും കുറച്ചുകൂടി ടാസ്ക്. പക്ഷെ ഇത്രയ്ക്ക് ദൂരമല്ല, ഇത് കുറേ ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുന്നു. പുള്ളി കോട, ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. നോക്കിക്കേ, നമുക്കൊരു വ്യൂ ഒന്നും പെർഫെക്റ്റ് ആയിട്ട് കാണുന്നില്ല. ഇതിലാണ് ആ ഒരു വഴി. നമ്മളെല്ലാം ഒന്നും കാണുന്നില്ല. ഇവിടെ ഫുള്ളി കർണാടക ആ ഒരു ടീംസ് ആട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാൻ മലയാളീസിനൊറ്റൊന്നും കണ്ടില്ല. അപ്പൊ ഇതാട്ടെ ഇവരെന്താ ടോപ്പിൽ നിന്നുള്ള ഒരു വ്യൂ. ഇവിടെ താഴോട്ടേക്കൊക്കെ ആളുകൾ പോകുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഫുള്ളി ആളുകൾ. അവിടുന്ന് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട്. അതാ ഞാൻ ഈ സൈഡിലോട്ട് തിരിച്ചപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ടോപ്പിലെ വ്യൂ പോയിന്റ്. താഴോട്ട് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല കേട്ടോ. നല്ല രസമുണ്ട്. എന്താ പറയുക, കുറച്ച് മഴ കുറഞ്ഞാണെങ്കിൽ അടിപൊളിയായിട്ട് പിക്കടിക്കല്. ഭയങ്കര മഴ ആയത് കാരണം പിക്കടിക്കാനൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. ഫോണ് പുറത്തെടുത്ത ഫുള്ളി നനയുവാണ്. ഇത് ഫുള്ളി മോളിക്ക് പോണ ജീപ്പുകളാട്ടോ. മോളിക്കല്ല, ഇതുവരെ വന്നതാണ്. ഇവിടുന്ന് ആളുകൾ ഇനി നടന്ന് ഇതുപോലെ മോളിക്ക് പോകും. നമ്മളിപ്പോൾ അവിടെ പോയി വന്നു. അപ്പം ഇനി ഞാൻ തിരിച്ചു പോവാണ്. ഈ ഒരു മല ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കൽ കുറവായിരിക്കും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി തിരിച്ച് ഞാൻ പോവാണ്. നമ്മൾ വരുമ്പോൾ ഇത്രക്കൊന്നും കോടല്ലേ കേട്ടോ. ഇപ്പോൾ ഒന്നും കൂടെ കോട കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ പോവാണ്. തിരിച്ചു പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം വരുമ്പോൾ ഫുള്ള് എടുത്ത കാരണം. തിരിച്ചു പോകുമ്പോൾ ഇനി എടുക്കുമ്പോൾ ആണെങ്കിൽ ലെങ്ത്ത് കൂടും. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം നമുക്ക്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം മഴ കുറയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് വിടാൻ ചാൻസ് ഉണ്ട് താഴെ പോയി കഴിഞ്ഞാൽ.